ഇന്നലെ രാഹുൽ ഗാന്ധി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഒരു സ്ത്രീയുടെ ചിത്രം കാണിച്ചത് ആരാണെന്ന് അറിയാമോ എന്ന് മാധ്യമപ്രവർത്തകരോട് ചോദിച്ചിരുന്നു. ബ്രസീലിയൻ മോഡലാണെന്ന് പിന്നീട് രാഹുൽ തന്നെ പറയുകയും ചെയ്തു. എന്നാലും രാഹുൽ ഗാന്ധിയുടെ ഹരിയാന വോട്ട് ചോരി വാർത്താ സമ്മേളനത്തിൽ ഇടം പിടിച്ച ബ്രസീലിയൻ മോഡൽ ലരീസ മറുപടിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. തന്റെ ഫോട്ടോ ഉപയോഗിച്ച് ഇന്ത്യക്കാരെ പറ്റിക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്നാണ് ലരീസ പറയുന്നത്. വോട്ടർ പട്ടികയിൽ മോഡലിന്റെ ഫോട്ടോ അച്ചടിച്ചുവന്ന രണ്ട് യുവതികളും തങ്ങൾ ചെയ്തത് കള്ള വോട്ടല്ല എന്ന് വ്യക്തമാക്കി രംഗത്തെത്തി. ലരീസ നെറി എന്ന ബ്രസീലിയൻ മോഡലിൻ്റെ മറുപടി ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തിന് പരോക്ഷമായിട്ടുള്ള പരിഹാസം തന്നെയാണ്. 18 or 20 വയസ്സ് പ്രായമുള്ള തൻ്റെ ഫോട്ടോയാണ് ഇങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾ എടുത്ത് പരസ്പരം പോരടിക്കുന്നത്. മാത്രമല്ല തൻ്റെ അനുവാദം കൂടാതെയാണ് ഈ ഫോട്ടോ ഉപയോഗിച്ചത് എന്നുള്ള കാര്യം കൂടി അവർ പറയുന്നു. Estão usando a foto minha para fazer, eu não sei se é uma eleição, alguma coisa de voto que tem que votar. E na Índia ഈ ബ്രസീലിയൻ മോഡലിന്റെ ചിത്രം ഉപയോഗിച്ച രണ്ടു പേരാണ് ഇന്ന് രംഗത്ത് വന്നത്. രണ്ടുപേരും ഹരിയാനയിലെ വോട്ടർമാരാണ്. ഒരാളുടെ പേര് പിങ്കി ജോഗീന്ദർ എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു വനിത കൂടി രംഗത്ത് വന്നിട്ടുണ്ട്. ഇവർ രണ്ടുപേരും പറയുന്നത് 2024 ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവർ വോട്ട് ചെയ്തിട്ടുണ്ട്. അത് തൻ്റെ ആധാർ കാർഡുകളും അതുപോലെ തന്നെ ഈ വോട്ടർ സ്ലിപ്പും ഉപയോഗിച്ചാണ്. അതിൽ തന്നെ ഈ പിങ്കി നേരത്തെ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു, ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. തൻ്റെ ചിത്രം അത് തെറ്റായിട്ടാണ് അച്ചടിച്ച് വന്നിരിക്കുന്നത്, അത് മാറ്റണമെന്നുള്ള കാര്യം. എന്നിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം തന്നെയാണ്. 19 ലക്ഷത്തിലധികം ബൾക്ക് വോട്ടുകൾ ഹരിയാനയിൽ നടന്നു എന്നുള്ള കാര്യമാണ് ഇന്നലെ കണക്കുകൾ ചൂണ്ടിക്കാട്ടി അദ്ദേഹം വ്യക്തമാക്കിയിട്ടത്. അപ്പോൾ പോലും അതിൽ ഒരിടത്ത് മാത്രം നമ്പർ 150 എന്നുള്ള വീട്ടിൽ മാത്രം 62 വോട്ടർമാരുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അത്രയും വോട്ടർ ആ ഒരു മണ്ഡലത്തിലുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ അന്വേഷണത്തിലൂടെ കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും തുടർന്നും രാഹുലിൻ്റെ പത്രസമ്മേളനത്തെ പശ്ചാത്തലത്തിൽ വലിയ തോതിൽ വിമർശനങ്ങളും വാദങ്ങളും പ്രതിവാദങ്ങളും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഡൽഹിയിൽ നിന്നും അർജുൻ പീതാംബരൻ, മാതൃഭൂമി ന്യൂസ്.